ലോകം അത്ഭുതപ്പെട്ടുപോയ ആദ്യ സ്വതന്ത്ര ജൻസി പ്രക്ഷോഭമാണ് നേപ്പാൾ എന്ന മലമുകളിലെ കൊച്ചു രാജ്യത്ത് ഒരാഴ്ച കൊണ്ട് നടന്നത്. സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള സർക്കാർ ശ്രമം ആ സർക്കാരിനെ തന്നെ വീഴ്ത്തുന്നു. വാളെടുത്തവർ വാളാൽ എന്ന പോലെ. പാർലമെന്റ് കത്തുന്നു, കോടതി അഗ്നിക്കിരയാകുന്നു, പ്രചണ്ഡയുടെ വീടടക്കം കത്തുന്നു, മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ കൊല്ലപ്പെടുന്നു, പ്രധാനമന്ത്രിയും പ്രസിഡന്റും മന്ത്രിമാരും രാജിവെച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. റീൽസ് കാണാൻ പറ്റാത്തതിനെ തുടർന്നുണ്ടായ അരാജകത്വ കലാപം എന്ന കേവല സമീകരണ ന്യായത്തിൽ ഒതുക്കാവുന്നതോ ലഘൂകരിക്കാവുന്നതോ അല്ല നേപ്പാളിലെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ എന്നതാണ് വസ്തുത. നേപ്പാൾ യുവതയുടെ ഒപ്രഷനും ഫ്രസ്ട്രേഷനും രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പതിറ്റാണ്ടിൻ്റെ പഴക്കവും. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയർന്ന സോഷ്യൽ മീഡിയ ഉപയോക്തൃ നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ. ഡേറ്റ റിപ്പോർട്ടൽ കണക്ക് പ്രകാരം മൊത്തം ജനസംഖ്യയുടെ 48.1% സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുള്ളവർ. 2025 ഡേറ്റ അനുസരിച്ച് 14.3 ദശലക്ഷം പേർക്കാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുള്ളത്. ഇന്ത്യയിലെ സജീവ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ എണ്ണം 33.7% മാത്രമാണ് മൊത്തം ജനസംഖ്യയുടെ. 2024 25 നേപ്പാൾ സോഷ്യൽ മീഡിയ ഉപയോക്തൃ ഐഡന്റിറ്റികളുടെ എണ്ണം 7,50,000 വർദ്ധിക്കുകയും ചെയ്തു. നേപ്പാളിൽ സോഷ്യൽ മീഡിയ ജനപ്രീതിക്ക് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ജനസംഖ്യയുടെ 77.4% ഗ്രാമപ്രദേശങ്ങൾ, അതും പർവ്വതമേഖലയോ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടവയോ ആണ്. കാരണം നേപ്പാൾ ഒരു മലമ്പട്ടണ ദേശമോ രാജ്യമോ ആണ്. അതിനാൽ മൊബൈൽ കണക്ടിവിറ്റിയും ആപ്പുകളും ആശയവിനിമയത്തിന് ക്രൂഷ്യൽ ഫാക്ടറാണ്. 14.3 ദശലക്ഷം ഫേസ്ബുക്ക് അക്കൗണ്ടുകളും 3.9 ദശലക്ഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും 2.0 ദശലക്ഷം ലിങ്ക്ഡിൻ അക്കൗണ്ടുകളും ഉണ്ടാവട്ടെ. രാജ്യത്തെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം പുറം രാജ്യത്ത് പണിക്കാരോ ഇന്ത്യയിലടക്കം പഠിക്കുന്നവരോ ആണ്. ജനസംഖ്യയുടെ 3/1 പേർ യുവജനത, 35 വയസ്സിൽ താഴെ. ആവറേജ് പ്രായം 25. 15-നും 25-നും ഇടയിലുള്ള തൊഴിലില്ലാത്തവരുടെ നിരക്ക് രാജ്യത്ത് 20.8%. ഇതാണ് 2024 കണക്ക്. മൂന്ന് കോടി ജനസംഖ്യയുള്ള നേപ്പാളിൽ യുവജനത 1.25 കോടിയോളം. അവരാണ് സമരക്കാർ. രാഷ്ട്രീയ അസ്ഥിരതയിലും പ്രതിശീർഷ വരുമാനത്തിലും നേപ്പാൾ വളരെ താഴെയാണ്. 2000-ന് ശേഷം ഇതുവരെ 19 പ്രധാനമന്ത്രിമാർ, 2008-ന് ശേഷം 14 സർക്കാരുകൾ, രാജഭരണം, മാവോയിസ്റ്റ് ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം, അഴിമതി രാജി, ഭരണാസ്ഥിരത, അട്ടിമറി. ഈ എപ്പിസോഡുകളെല്ലാം കൂടി അരക്ഷിതമാക്കിയ ദേശം. ജൻസി പ്രക്ഷോഭത്തിലെ പ്ലക്കാർഡിൽ തന്നെ സ്വജനപക്ഷപാതം, അഴിമതി, തൊഴിലില്ലായ്മ എന്നിവയുണ്ട്. 2015 ഭൂകമ്പം അനുഭവിച്ചതിൽ നിന്ന് ഹാമി നേപ്പാൾ എന്ന NGOയിലൂടെ ജനസേവനത്തിനിറങ്ങിയ സുദാൻ ഗുരുങ്, റാപ്പറും സംഗീതജ്ഞനുമായ ബാലേന്ദ്ര ഷാ എന്ന കാഠ്മണ്ഡു മേയർ പ്രക്ഷോഭങ്ങൾക്കിടെ കയറി വന്ന പേരുകളാണിത്. പരമ്പരാഗത കേഡർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തോൽപ്പിച്ച സ്വതന്ത്രൻ, അതാണ് കാഠ്മണ്ഡു മേയറായ ബലേൻ ഷാ എന്ന എംടെക്കുകാരൻ്റെ യുവ ഇമേജ്. സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികളടക്കം സമരത്തിനിറങ്ങി. കാഠ്മണ്ഡുവിലാകെ കർഫ്യൂവും തീയും പുകയും ലാത്തിച്ചാർജും. വലിയ ഹോട്ടലുകളടക്കം കത്തിക്കപ്പെട്ടു. ക്രമസമാധാനം ജനം കയ്യിലെടുത്തു. അക്രമം തെരുവ് കീഴടക്കി. നേപ്പാളി കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ആസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടു. 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രമീകരണത്തിനായി താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതാണ് പ്രകോപനമായത്. പ്രതിഷേധം കനത്തപ്പോൾ നിരോധനം പിൻവലിച്ചു. പക്ഷേ പ്രതിഷേധ അല അടങ്ങിയില്ല. രാഷ്ട്രീയ അടിവേര് തകർത്ത പ്രക്ഷോഭമായി മാറിയത്. ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് അടക്കം സർക്കാർ പുതിയ നിബന്ധന പാലിച്ചില്ല എന്നതിനെ തുടർന്ന് ആപ്പുകൾ നിരോധിക്കുകയായിരുന്നു. അതിലുണ്ട് കലാപത്തുടക്കം. അഴിമതി വിരുദ്ധ പോസ്റ്റുകൾ തടയാനാണ് ഈ നീക്കമെന്ന രാഷ്ട്രീയ പ്രചാരണം സർക്കാരിന് തിരിച്ചടിയായി. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഇപ്പോൾ നേപ്പാൾ, ഇന്ത്യൻ അയൽ രാജ്യങ്ങളെല്ലാം രാഷ്ട്രീയ കലാപത്തെ നേരിട്ടതിന് ശേഷമുള്ള കാലാവസ്ഥയിലാണിപ്പോൾ.
ഇന്ത്യയിലെ സെൻസർഷിപ്പ് പലവട്ടം നടന്നിട്ടും ഇവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് പോയതുമില്ല. വാഷിംഗ്ടൺ ആസ്ഥാനമായ NGO ഫ്രീഡം ഹൗസിൻ്റെ ഭാഷയിൽ സോഷ്യൽ മീഡിയ നിരോധനം ദശലക്ഷക്കണക്കിന് പേരുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചു. സ്വാഭാവികമായും കലാപമുണ്ടായി. ഡിജിറ്റൽ സ്വാതന്ത്ര്യം ചുരുങ്ങിക്കൊണ്ടിരുന്നാൽ അതൊരു തരം സെൻസർഷിപ്പാണ്. സ്വാഭാവികമായും വിലക്കുകളുടെ പ്രകമ്പനം വലുതായിരിക്കും. ലോക യുവ സമര ചരിത്രത്തോട് നേപ്പാൾ അടയാളപ്പെടുത്തുന്നതും അതാണ്, എത്ര അരാജകത്വം പറഞ്ഞാലും. ഏതായാലും ഇടക്കാല സർക്കാരിനെ നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നയിക്കും. ബാക്കി ഇനി നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് തെളിയിക്കട്ടെ.